നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അൽ നസറിന് ഒരു സെൻറ്റർ ബാക്കിന് വേണം. ഐമറിക് ലപോർട്ട് ക്ലബ്ബ് വിടാൻ കാത്തിരിക്കുകയാണ്. അത്ലറ്റിക് ക്ലബ് ബിൽബാവോയിലേക്ക് അദ്ദേഹം ചേക്കേറിയേക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഏറ്റവും സ്ട്രോങ് ആയിട്ട് പുറത്തു വരുന്ന ത്രെഡുകളിലൊക്കെ ഉള്ളത്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ പേര് ഇന്നലെ ചില മാധ്യമങ്ങളിലൊക്കെ കണ്ടു, പക്ഷേ അതിനുള്ള സാധ്യത കുറവാണ്. അത്ലറ്റിക് ക്ലബ് ബിൽബാവോയിലേക്ക് തന്നെ താരം പോയേക്കും. ഇപ്പോൾ പകരം ഒരു സെൻറ്റർ ബാക്ക്, അതിൽ അൽ നസർ ഇപ്പോൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബയേൺ മ്യൂണിക്കിൻ്റെ സെൻറ്റർ ബാക്ക്, സൗത്ത് കൊറിയൻ സെൻറ്റർ ബാക്ക് കിം മിൻ ജെയുമായിട്ടാണ് എന്ന് സാൻഡി ഔന റിപ്പോർട്ട് ചെയ്യുന്നു. ടോക്സ് കണ്ടിന്യൂ ബിറ്റ്വീൻ കിം മിൻ ജെയ്സ് ഏജൻറ്റ് ആൻഡ് അൽ നസർ ലൈക്ക് എക്സ്ക്ലൂസീവ്ലി റിവീൽഡ് ഓൺ ജൂൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ മാസം തന്നെ അദ്ദേഹം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ആ നെഗോസിയേഷൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. താരം അൽ നസറിലേക്ക് എത്താൻ അദ്ദേഹവും താല്പര്യപ്പെടുന്നുണ്ട്. പ്ലെയർ ഈസ് കീൻ ഓൺ ദി മൂവ്. പക്ഷേ ഇതുവരെ എഗ്രിമെൻ്റ് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. താരത്തിനും താല്പര്യമുണ്ട്, അൽ നസറിനും താല്പര്യമുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ആവുകയാണെങ്കിൽ ബയേൺ മ്യൂണിക്ക് ഈ ഒരു ട്രേഡിന് സമ്മതം മൂളുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അൽ നസറിൻ്റെ അടുത്ത സെൻറ്റർ ബാക്കായിട്ട് കിം മിൻ ജെയെ കാണാൻ പറ്റിയേക്കും. പാവു ടോറസ്, ആസ്റ്റൺ വില്ലയുടെ പാവു ടോറസിനും ഈ ഒരു അൽ നസറിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഇടമുണ്ട്. എന്തായാലും ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ ഇതുവരെ പോയിട്ടില്ല, പക്ഷേ ചർച്ചകൾ മികച്ച രൂപത്തിൽ പുരോഗമിക്കുന്നു എന്ന് സാൻഡി ഔന റിപ്പോർട്ട് ചെയ്യുന്നു. കിം മിൻ ജെയെ സംബന്ധിച്ചിടത്തോളം 28-കാരനായിട്ടുള്ള താരം ഫെനർബാഷയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാപ്പോളിയിൽ മികച്ച പ്രകടനം നടത്തി. അതിനുശേഷം 2023 ബയേൺ മ്യൂണിക്കിലേക്ക് ചേക്കേറിയത്. സൗത്ത് കൊറിയയ്ക്ക് വേണ്ടി 69 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.